ഹായ് ഹലോ, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. കുനാഫ ബനോഫി പുഡിംഗ് ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കുക. അത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം 30 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. എന്നിട്ട് തണുത്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ആ ഒരു സമയം നമുക്ക് കുനാഫ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുനാഫ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുനാഫയുടെ അളവൊക്കെ നമ്മൾ ഏത് ട്രേ ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ എടുക്കേണ്ടത്. അങ്ങനെ കുനാഫൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റോസ്റ്റ് ചെയ്ത കുനാഫ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് കുറച്ചെടുത്ത് വെക്കണം. മേൽഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരര കപ്പോളം വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ നല്ല പോലെ തന്നെ തണുത്തിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ടോഫി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് സെറ്റായ കുനാഫയിലേക്ക് ഈ ടോഫിയുടെ മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് 2 റോബസ്റ്റ പഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ അത് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ക്രീമിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കുനാഫ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും ടോഫിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പുഡിങ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.